ടീമിന് മികച്ച തുടക്കം നൽകാൻ കഴിവുള്ള രണ്ട് ഓപ്പണർമാരാണ് ഈ 11-ൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റർ KL രാഹുലും ഇംഗ്ലണ്ടിന്റെ ഇടം കയ്യൻ താരം ബെൻ ഡക്കറ്റും. പരമ്പരയിലുടനീളം ഇന്ത്യക്കായി സ്ഥിരതയാർന്ന പ്രകടനമാണ് രാഹുൽ കാഴ്ചവെച്ചത്. തന്റെ മികച്ച ബാറ്റിംഗ് ടെക്നിക്കും സ്ഥിരതയും ഈ പരമ്പരയിൽ അദ്ദേഹത്തിനൊരു മുതൽക്കൂട്ടായി മാറി. രാഹുലിന്റെ സാന്നിധ്യം ടീമിന് ഒരുപോലെ ശാന്തതയും ആത്മവിശ്വാസവും നൽകുന്നു. എന്നാൽ ബെൻ ഡക്കറ്റിന്റെ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ചിലരെ അതിശയിപ്പിച്ചേക്കാം. കാരണം ഇന്ത്യയുടെ അഗ്രസീവ് ബാറ്ററായ ജയ്സ്വാളിനെ മറികടന്നാണ് ഡക്കറ്റ് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ ഡക്കറ്റിന്റെ ആധിപത്യം വ്യക്തമാണ്. 82.94 ശരാശരിയിൽ 462 റൺസാണ് അദ്ദേഹം നേടിയത്. ഒരു സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. മറുവശത്ത് ജയ്സ്വാളിന് 68.73 സ്ട്രൈക്ക് റേറ്റിൽ 411 റൺസാണ് നേടാനായത്. 5 ഇന്നിംഗ്സുകളിൽ 15-ൽ താഴെ റൺസിന് പുറത്തായത് ജയ്സ്വാളിന്റെ ബാറ്റിംഗിലെ സ്ഥിരതയില്ലായ്മ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരതയും ആക്രമണോത്സുകതയും ഒരുപോലെ നൽകുന്ന ഡക്കറ്റിനെ ടീമിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ടീമിന്റെ മധ്യനിരയുടെ നെടുംതൂണുകൾ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് ഇതിഹാസമായ ജോ റൂട്ടും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലുമാണ്. ഈ സംയുക്ത ടീമിനെ നയിക്കുന്നതും ഗിൽ തന്നെയായിരിക്കും. ഇന്ത്യക്കെതിരെ റെഡ് ബോൾ ക്രിക്കറ്റിൽ റൺസ് വാരിക്കൂട്ടുന്ന പതിവ് റൂട്ട് ഇത്തവണയും തെറ്റിച്ചില്ല. 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 67.12 ശരാശരിയിൽ 3 സെഞ്ചുറിയും ഒരു 50യും അടക്കം 537 റൺസാണ് റൂട്ട് അടിച്ചുകൂട്ടിയത്. ഓരോ കളിയിലും റൺസ് കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ ടീമിനൊരു വലിയ മുതൽക്കൂട്ടാണ്. ഗില്ലാവട്ടെ ഇന്ത്യൻ ക്യാപ്റ്റനായി തന്റെ ആദ്യ പരമ്പരയിൽ തന്നെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 10 ഇന്നിംഗ്സുകളിൽ നിന്ന് ഒരു ഡബിൾ സെഞ്ചുറിയും 3 സെഞ്ചുറികളും അടക്കം 75.4 ശരാശരിയിൽ വാരിക്കൂട്ടിയത് 754 റൺസാണ്. നായകൻ എന്ന നിലയിൽ ടീമിന് മുന്നിൽ നിന്ന് നയിച്ച ഗിൽ നിരവധി ബാറ്റിംഗ് റെക്കോർഡുകൾ തകർക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നേതൃത്വ മികവും യുവത്വവും ടീമിന് പുതിയൊരു ഊർജ്ജം നൽകും. മധ്യനിരയിൽ 5 മുതൽ 8 വരെ സ്ഥാനങ്ങളിൽ ഹാരി ബ്രൂക്ക്, ഋഷഭ് പന്ത്, ബെൻ സ്റ്റോക്സ്, രവീന്ദ്ര ജഡേജ എന്നിവർ അണിനിരക്കും. ഇന്ത്യൻ ബൌളിംഗ് നിരയ്ക്ക് മേൽ ആധിപത്യം പുലർത്തുന്ന പ്രകടനമാണ് ഹാരി ബ്രൂക്ക് കാഴ്ചവെച്ചത്. എഡ്ജ്ബാസ്റ്റണിലെ 158ഉം ഓവലിലെ 111 റൺസ് ഇതിനുദാഹരണമാണ്. ഋഷഭ് പന്ത് പരിക്ക് കാരണം അവസാന ടെസ്റ്റ് നഷ്ടമായെങ്കിലും 68.43 ശരാശരിയിൽ 479 റൺസ് നേടി ഈ പരമ്പരയിൽ തന്റെ പേര് അടയാളപ്പെടുത്തി. സ്റ്റോക്സ് ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങിയപ്പോൾ ജഡേജയുടെ ബാറ്റിംഗ് പ്രകടനം ആരാധകരെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനവും ഋഷഭ് പന്തിനായിരിക്കും. പന്തിന്റെ ആക്രമണോത്സുക ബാറ്റിംഗ് ടീമിന്റെ റൺ നിരക്ക് വേഗത കൂട്ടാൻ സഹായിക്കും. സ്റ്റോക്സ് ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഈ ടീമിന്റെ നായകസ്ഥാനം യുവതാരമായ ഗില്ലിനാണ് നൽകിയിരിക്കുന്നത്. പേസ് ആക്രമണവും ഓൾറൗണ്ടർമാരും ബൌളിംഗ് നിരയുടെ ചുമതല ഇന്ത്യയുടെ മുഹമ്മദ് സിറാജിനാണ്. 23 വിക്കറ്റുകളുമായി പരമ്പരയിലെ വിക്കറ്റ് വേട്ടക്കാരനായ സിറാജിന്റെ വേഗതയും കൃത്യതയും എതിർ ടീമിന് വെല്ലുവിളി സൃഷ്ടിക്കും. സിറാജിനൊപ്പം ജോഷ് ടങ്ങും ആകാശ് ദീപും പേസാക്രമണത്തിന് നേതൃത്വം നൽകും. 19 വിക്കറ്റുകളുമായി ടങ് പരമ്പരയിൽ രണ്ടാമതെത്തി. അതേസമയം സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം പരമ്പരയിൽ ഉടനീളം വലഞ്ഞതാണ് ആകാശ് ദീപിന് 11-ൽ ഇടം നേടിക്കൊടുത്തത്. 13 വിക്കറ്റുകൾ വീഴ്ത്തിയതിനൊപ്പം കരിയറിലെ ആദ്യ 50യും അദ്ദേഹം പരമ്പരയിൽ നേടി. സ്റ്റോക്സും ജഡേജയും ഓൾറൗണ്ടർമാരായി ടീമിന്റെ ബാറ്റിംഗ് ബൌളിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നു. ഈ ടീം പരമ്പരയിലെ വ്യക്തിഗത പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്.